ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു ഷർട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ കുട്ടികൾക്കുള്ള ഉടുപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലൊക്കെ പഴയ ഷർട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളയാതെ നമുക്കിതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കാണല്ലോ കൂടുതൽ ഡ്രസ്സ് വേണ്ടത്, അവർ എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ അളവിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതിൽ നെക്കും പിന്നെ അതുപോലെ തന്നെ സ്ലീവ് വരുന്ന ആ ഭാഗം കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഞാനൊന്ന് ആ ഷോൾഡറിൻ്റെ ഭാഗവും പിന്നെ ബാക്ക് സൈഡിലെ നെക്കുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ആം ഹോള്, ഞാൻ സ്ലീവ്ലെസ്സാണ് ഡ്രസ്സ് ചെയ്യുന്നത്, ആം ഹോളും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ. പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതും കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്നൊരു എ ലൈൻ ഡ്രസ്സാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ലെങ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് സൈഡിലെ നെക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഫ്രണ്ട് സൈഡിലതും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഈ ഒരു പോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് സൈഡിൽ നെക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം ആ ബാക്ക് പോർഷനും ഫ്രണ്ടിലെ പോർഷനും മാറ്റിയിട്ട് ഫ്രണ്ടിലെ പോർഷൻ എടുത്തിട്ട് മാത്രം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വെച്ചിട്ട് കട്ട് ചെയ്യാണ്. കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലെ പാർട്ടിനും ഫ്രണ്ടിലെ പാർട്ടിനും കൂടെ ഒരേ അളവാണ് നെക്ക് വരുന്നത്. ഇനി നമ്മൾ ആ ബാക്കിലെ ഒരു പാർട്ട് മാറ്റിയിട്ട് ഫ്രണ്ടിലെ പാർട്ട് എടുത്തിട്ട് നെക്ക് വെട്ടി കൊടുക്കുക. ഫ്രണ്ടിലെ നെക്കൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നടുക്ക് പിടിച്ച് മടക്കിയിട്ട് എല്ലാ സൈഡും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു യു ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് രണ്ട് പാർട്ടും വേറെ വേറെ വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ടിലെ നെക്കൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് പാർട്ടും കൂടെ നമുക്ക് പിരിച്ചെടുക്കാം. ഇനി ഫ്രണ്ട് പാർട്ട് മാത്രം മതി. അത് വെച്ചിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് വരുന്ന ബട്ടൺ വെച്ചിട്ടുള്ള ഭാഗം മേലെ നിന്ന് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ തുണി എടുത്തിട്ട്, അതായത് നമ്മൾ നെക്ക് കട്ട് ചെയ്ത ആ ഭാഗം കവറായി വരുന്ന വലുപ്പത്തിലുള്ള ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം തുണിയുടെ നല്ല ഭാഗം മേലെയായിട്ട്, അതായത് നമ്മൾ ആ കട്ട് ചെയ്ത തുണിയുടെ നല്ല ഭാഗം മേലെയായിട്ടും, പിന്നെ നമ്മൾ തയ്ക്കുന്ന നെക്ക് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡായിട്ടും വെക്കുക. അതായത് രണ്ട് തുണിയുടെയും നല്ല ഭാഗം ഒട്ടിയിരിക്കുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ എക്സ്ട്രാ വരുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ താഴെ വെച്ച ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഇപ്പുറ സൈഡേക്ക് മറിച്ചിടണം. അതായത് ആ ഫ്രണ്ട് പോർഷനിൽ നിന്ന് ആ ഒരു തുണി ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗത്തൂടെ സ്റ്റിച്ച്. അപ്പോൾ നെക്ക് ഇതാ ഇവിടെ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഒരുവിധം എല്ലാ ഡ്രസ്സിൻ്റെ നെക്കും തയ്ച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു സ്റ്റിച്ച് മേൽഭാഗത്തൂടെ കൊടുത്താൽ മതി. രണ്ട് നെക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഷോൾഡറും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം കൂടെ ഇന്ന് ഇതേപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചാൽ മതി. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആണ്, അപ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ ടോപ്പിൻ്റെ താഴെയായിട്ട് ഒരു ഫ്രില്ല് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ടോപ്പിൻ്റെ സ്ലീവും അതുപോലെ തന്നെ സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഫ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ സെയിം ഷർട്ടിൻ്റെ ക്ലോത്ത് തന്നെ, അതായത് നമുക്ക് എക്സ്ട്രാ അതിൻ്റെ സ്ലീവൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് വീതിയിലുള്ള കുറച്ച് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നീളം നമുക്ക് എത്രയാണ് ടോപ്പിൻ്റെ താഴ്ഭാഗം ഫുള്ളായിട്ട് കവറായി വരുന്ന രീതിയിൽ. കണ്ടില്ല, ഇപ്പോൾ ഞാൻ 3 ഇഞ്ചാണ് അതിൻ്റെ വീതി എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ എല്ലാ പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ക്ലോത്തിൻ്റെ പീസുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തയ്ക്കാത്ത ഭാഗത്ത് ഒരു ലൂസായിട്ട് കുറച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇത്രയും അടുപ്പിച്ച് നമുക്ക് വേണ്ട, കുറച്ച് ലൂസായിട്ട്, അതായത് ഒരു ഭാഗത്തുനിന്ന് വലിച്ചാൽ അവിടെ ഇങ്ങനെ തുണി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗത്ത്, അതായത് മടക്കി തയ്ക്കാത്ത ആ ഒരു ഭാഗത്ത് കുറച്ച് ലൂസായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമ്മളിതിൻ്റെ ഇതുപോലെ രണ്ട് സൈഡും കുറച്ച് നീളത്തിൽ ഇങ്ങനെ നൂല് വിടണം. ആ നൂലൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ഇതുപോലെ തുണി ചുരുണ്ട് വരും. കണ്ടില്ലേ, നൂല് പൊട്ടാതെ നോക്കണം. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ടോപ്പിൻ്റെ താഴ്ഭാഗത്തിൻ്റെ ആ ഒരു ചുറ്റളവിൽ ഈ ഒരു തുണി ഞാനിങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് താഴെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോഴായിരിക്കും നമുക്കത് വെച്ചിട്ട് തയ്ക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് ഇവിടെ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നോക്കിയതാ, ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതായത് ആ രണ്ട് തുണിയുടെയും നല്ല ഭാഗം ഒട്ടിയിരിക്കുന്ന പോലെ വെച്ചിട്ട് പിൻ ചെയ്യാം. ഈ താഴ്ഭാഗം മുഴുവനായിട്ടും ഈ രീതിയിൽ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം, റൗണ്ട് ഷേപ്പിൽ വരുന്ന വിധത്തിൽ. അപ്പോൾ അത് ഞാൻ ആ ടോപ്പിൻ്റെ
താഴ്ഭാഗം മുഴുവൻ കവറായി വരുന്ന രീതിയിൽ ആ ഫ്രില്ലൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ചുരുണ്ടിരിക്കുന്നത് പോവാതെ, അതായത് ചിലയിടത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുരുളൽ പോയിട്ട് പ്ലെയിൻ ആയിട്ട് വരും. അപ്പോൾ അത് പോവാതെ അതിനനുസരിച്ച് നമ്മൾ അത് അറേഞ്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചുരുളൽ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ നൂലൊന്ന് വലിച്ചു വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കുട്ടിയുടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അത്. കണ്ടോ, താഴെ ഇങ്ങനെ ഫ്രില്ലൊക്കെ വന്നിട്ട് നമുക്കിതിന് പുറമെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലവറോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു പിന്നുണ്ട് കണ്ടോ, താഴെ ഇങ്ങനെ പിന്നുള്ളത്. അത് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുട്ടിയുടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഭംഗിയിലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണിത്. പഴയ ഷർട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വെറുതെ കളയാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.